സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഓൺലൈനിൽ ചെയ്യുന്ന ടൂൾ ഏതാണ് ഒരുപാട് ടീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യത്തെ 3 ലെവലാണെങ്കിൽ നിങ്ങൾ സാധാ നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന പോലെ, കാരണം ഫിംഗേഴ്സ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, ക്ലാസ് എടുക്കുക. അതിനുശേഷമുള്ള ലെവലിലേക്ക് അല്ലെങ്കിൽ പാരൻസിനെ ഇമ്പ്രസ് ചെയ്യാവുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതിന് ഞാൻ ചെയ്യുന്ന ടൂൾ എടുക്കുന്ന രീതി പറയാം. അതൊന്നെങ്കിൽ ക്രോമിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യാം. writelobbymath.com/digitalabacus അടിച്ചു കൊടുക്കുക. ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും writelobbymath.com ഉണ്ട്. ഇവിടെ റൈറ്റ്ലോബി സൊറോബൻ അബാക്കസ് എന്നുള്ളത് വരണം. ഇതാ പ്ലേ ഓൺലൈൻ സൊറോബൻ അബാക്കസ്. ഓക്കെ, അതെന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ ടൂള്. ഇത് കിട്ടാൻ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യാം. അതിനുശേഷം ലാപ്പിലാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. ലാപ്പ് യൂസ് ചെയ്യുന്നതിനൊക്കെയാണ്. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഹാഫ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റാം. മറ്റേ സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ വേർഡ് അല്ലെങ്കിൽ പവർ പോയിന്റ്, ഒന്നെങ്കിൽ വേർഡോ അല്ലെങ്കിൽ പവർ പോയിന്റോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹാഫ് പോർഷൻ നമ്മുടെ ടൂളും ഹാഫ് പോർഷൻ നമ്മുടെ വേർഡോ അല്ലെങ്കിൽ പവർ പോയിന്റോ ഓപ്പൺ ചെയ്യാം. കാരണം പവർ പോയിന്റിലോ അല്ലെങ്കിൽ വേർഡിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ എഴുതുന്ന രീതിയിൽ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഹാഫ് ഇവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഹാഫ് ആയിട്ട് പോർഷൻ ആയിട്ട് കിട്ടും. ഇതിൽ ഡ്രോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് മേലെ നോക്കിയാൽ, ടാസ്ക് ബാർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. മേലെ ഈ മെനു ഹോം, അവിടെ ഈ ഹോം ബാറിൻ്റെ അവിടെ എന്തുണ്ട്, ഡ്രോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കളർ പെന്നാണോ വേണ്ടത് അതിനനുസരിച്ച് ഇത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഇറേസറാണ്. ഇത് നമുക്ക് ഓരോ കളർ ചൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് കളറാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് കളർ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് ഇത് കളർ ചൂസ് ചെയ്യുന്നത്. അതേപോലെ ഇത് പെന്നിൻ്റെ ഇത് ആണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കാം, ജസ്റ്റ് നമുക്ക് ഇതൊക്കെ മനസ്സിലായി. ഇതിൻ്റെ പെൻ ഈ രീതിയിൽ. അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പെന്നിൻ്റെ സൈസ് എന്താക്കി കൊടുക്കുക, കൂട്ടി കൊടുക്കുക. ഇതാകുമ്പോൾ നമുക്കൊരു കാണാൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ ഇപ്പം ആംഗിൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ചെയ്യുക. ഇത് ഇറേസ്. ബാക്കി പിന്നെ വേർഡ് ഓൾറെഡി എല്ലാവരും എക്സ്പേർട്ട് ആയിരിക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം. ഇതാണ് മെത്തേഡ്. പിന്നെ ഇത് നമുക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ അതേ സൂമോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ യൂസ് ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്താൽ പിന്നെ നമുക്കിത് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ടൂൾ എടുക്കുന്ന രീതി. ഇപ്പോൾ ചോദിച്ച എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടെന്നറിയാം. മറ്റു തിരക്കുകളോടാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.